السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഇമാം ബുഖാരി മുസ്ലിമും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ അൻ യുർഫഅൽ ഇൽം വയസ്ബുതൽ ജഹൽ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ, അവയിൽ അവിടുന്ന് പറഞ്ഞ ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, അവസാന നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് അൻ യുർഫഅൽ ഇൽം, അറിവ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. വയസ്ബുതൽ ജഹൽ, അറിവില്ലായ്മ ലോകത്ത് വ്യാപിക്കുകയും സ്ഥാപിതമാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും. ഇന്ന് നാം മുസ്ലിം ഉമ്മത്തിലേക്ക് നോക്കിയാൽ അറിവില്ലായ്മ വല്ലാതെ വ്യാപിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അറിവില്ലായ്മ വ്യാപിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള അറിവ് വരെ പലപ്പോഴും പല ആളുകൾക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവന് അറിയില്ല എന്നത് അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിഷയം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിന്ന് പല വിഷയങ്ങളിലും അറിവില്ല എന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് ഇന്ന കാര്യം അറിവില്ല, ഇന്ന കാര്യം അറിയേണ്ടതായിരുന്നു, ഇന്നത് പഠിക്കണം എന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ല. അത് നമുക്ക് മനസ്സിലാകാതെ പോകുക എന്ന് പറയുന്നത് വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ ഇന്ന കാര്യം നിനക്ക് ഞാൻ വാജിബാക്കിയിരുന്നു എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുമ്പോൾ, ആ വാജിബാക്കിയ കാര്യത്തോട് നിന്റെ സമീപനം എന്തായിരുന്നു എന്ന് അള്ളാഹു നമ്മോട് ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് ചില വിഷയങ്ങളിൽ വ്യക്തമായ മറുപടി ലഭിക്കണമെന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അവൻ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഖുർആനിലും സുന്നത്തിലും വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് ക്രോഡീകരിച്ചതായി നമുക്ക് കാണാം. അപ്രകാരം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ക്രോഡീകരിച്ചിരിക്കുന്ന അവരുടെ ഗ്രന്ഥങ്ങളിൽ ഊന്നൽ നൽകി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം എന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കേവലം നമ്മൾ ഈ പറയുന്ന ഏതാനും ചില വാക്കുകൾ അതങ്ങനെ എടുക്കുന്നതിന് പകരം ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക, എനിക്ക് സഹാബത്തിനെ കുറിച്ച് എന്തറിയാം? നമ്മുടെ ഇന്നത്തെ ദർസിന്റെ വിഷയം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, അവരെ കുറിച്ച് നമുക്ക് എന്തറിയാം? എന്താണ് അവരെ കുറിച്ച് നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് നമ്മുടെ ധാരണ എന്താണ്? അഹ്ലുസുന്നയുടെ ഉസൂലുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾ നോക്കിയാൽ ഇമാം ഇബ്നു അബി സമനൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂലുസ് സുന്നയിൽ പറയുന്നതായി കാണാം, മിൻ ഖൗലി അഹ്ലിസ് സുന്ന അൻ യഅതഖിദ അൽ മർഉ അൽ മഹബ്ബത ലി അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ ഈ മസ്ജിദിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടക്കം നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, നിർബന്ധമായും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് അൻ യഅതഖിദ അൽ മർഉ അൽ മഹബ്ബത ലി അസ്ഹാബി നബി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള, പ്രവാചകന്റെ സഹാബത്തിനോടുള്ള സ്നേഹം അത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ട കാര്യമാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. കേവലം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? നമ്മളെല്ലാവരും പറയുന്നു ഞങ്ങൾ പ്രവാചകന്റെ സഹാബികളെ സ്നേഹിക്കുന്നവരാണ്, സഹാബത്തിനോട് ഇഷ്ടമുള്ളവരാണ്. കേവലം വാക്കുകളിൽ ഒതുങ്ങിയാൽ പോരാ. അദ്ദേഹം പറയുന്നു, ആ സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ, അവരുടെ മഹത്വങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയുടെ ഭാഗമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ,
ഇമാം ഇബ്നു അബീ സമനൈൻ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇത്രയും വർഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നാം ഒന്ന് എടുത്തു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ കുറിച്ച് മറ്റുള്ളവർക്ക് നാം പറഞ്ഞു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെതിരിൽ വരുന്ന ആരോപണങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട്. നമ്മുടെ അഖീദയുടെ ഭാഗമായി ഉസൂലുസ്സുന്നയിൽ ഇമാം ഇബ്നു അബീ സമനൈനെ പോലുള്ള പണ്ഡിതന്മാർ ഇത് പറഞ്ഞു തരുമ്പോൾ സഹാബത്തിനെ ബഹുമാനിക്കണം, അവരോട് ഇഷ്ടമുണ്ടാകണം, അത് അഖീദയുടെ ഭാഗമാണ് എന്നവർ പറഞ്ഞു തരുമ്പോൾ നാം ഓരോരുത്തരും ആ അഖീദയിൽ എത്രമാത്രം മുന്നേറിയവരാണ്, അതല്ലെങ്കിൽ എത്രമാത്രം പിന്നോട്ടാണ് ഓരോരുത്തരും സ്വയം നഫ്സിനോട് ചോദിക്കുക. അഹ്ലുസുന്നയുടെ അഖീദയുടെ ഭാഗം എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല. അത് അറിഞ്ഞില്ലെങ്കിൽ നീ അള്ളാഹുവിങ്കൽ പാപിയാണ്. നീ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ അള്ളാഹു നിനക്ക് വാജിബാക്കിയ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാതെ നീ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് മറുപടിയാണ് നമുക്കത് പറയാനുള്ളത്? അഹ്ലുസുന്നയുടെ അഖീദയുടെ ഉസൂലുകളിൽപ്പെട്ടതാണ് സ്വഹാബത്തിനെ ബഹുമാനിക്കുക, അവരെ കുറിച്ച് അറിയുക, അവരുടെ ശ്രേഷ്ഠതകൾ ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പ്രചരിപ്പിക്കുക. എന്താണ് ഇതിന് കാരണം? ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ പറയുന്നു, ويدخل في جملة حب النبي صلى الله عليه وسلم حب أصحابه. കാരണം സഹാബത്തിനോടുള്ള സ്നേഹം വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. സഹാബത്തിനോടുള്ള സ്നേഹം അത് പ്രവാചകനോടുള്ള സ്നേഹമാണ്. നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ജീവിതം പഠിക്കുന്നതിൽ, അവരുടെ മാതൃക പിന്തുടരുന്ന കാര്യത്തിൽ നീ പിന്നിലാണെങ്കിൽ വാസ്തവത്തിൽ നീ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ നമ്മിലേക്ക് എത്തിച്ചു നൽകിയിരിക്കുന്ന ആ സഹാബ അവരുടെ മാർഗം നീ പിൻപറ്റുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നാം ഒഴിവാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെയാണ്. അത് പിൻപറ്റാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ സ്നേഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് ഇമാം ബൈഹഖി അല്ലെങ്കിൽ ഹാഫിദ് ബൈഹഖി റഹിമഹുല്ലാഹ് പറയുന്നതായി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ കാണാം. അതുകൊണ്ട് അഖീദയുടെ ഏത് കിതാബുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും, വളരെ ചെറുതായി പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ റസായിലുകൾ നിങ്ങൾ എടുത്തു നോക്കിയാലും അതിൽ പണ്ഡിതന്മാർ ഊന്നൽ നൽകി പറയുന്ന വിഷയമാണ് സഹാബത്തിനോടുള്ള പെരുമാറ്റം, അവരോടുള്ള ബഹുമാനം. ഇമാം തഹാവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മത്നിൽ അഖീദത്തു തഹാവിയയിൽ അദ്ദേഹം പറയുന്നു, വനുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം അഹ്ലുസുന്ന, ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങൾ, നാം ഓരോരുത്തർ നമ്മുടെ അഖീദ എന്തായിരിക്കണം? യാ അഹ്ലസുന്ന നുഹിബ്ബു അസ്ഹാബ റസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ ഇഷ്ടപ്പെടുന്നവരാണ്. വലാ നുഫ്രിതു ഫീ ഹുബ്ബി അഹദിൻ മിൻഹും, അവരെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി ഷിയാക്കൾ കാട്ടിക്കൂട്ടുന്നത് പോലെ, അല്ലെങ്കിൽ വഴി പിഴച്ച ആളുകൾ കാട്ടിക്കൂട്ടുന്നത് പോലെ അതിരുകവിഞ്ഞ സ്നേഹം നാം അവരോട് കാണിക്കുകയില്ല. മറിച്ച് അല്ലാഹുവും റസൂലും പറഞ്ഞ സ്നേഹം, വലാ നതബറഉ മിൻ അഹദിൻ മിൻഹും, അവരിൽ ഏതെങ്കിലും ഒരാളുമായി നമുക്ക് ബന്ധമില്ല എന്നും നാം പറയുകയില്ല. മറിച്ച് അവരോട് നമുക്ക് സ്നേഹമാണ്. സഹാബികൾ ഒന്നാമത്തെ സഹാബി മുതൽ അവസാന സഹാബി വരെ നമുക്ക് അവരോട് ഇഷ്ടമാണ്, നമുക്ക് അവരോട് സ്നേഹമാണ്. വനുബ്ഗിദു മൻ യുബ്ഗിദുഹും, ആ സഹാബികളെ വെറുക്കുന്നവരെ നാം വെറുക്കുന്നു. ഷിയാക്കളെ നമ്മൾ വെറുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി അവർ സഹാബികളെ വെറുക്കുന്നതാണ്, അതൊരു കാരണമാണ്. വനുബ്ഗിദു മൻ യുബ്ഗിദുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ വെറുക്കുന്നവരെ വെറുക്കുക എന്നുള്ളത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. വബിഗൈരിൽ ഖൈരി യദ്കുറുഹും, അവരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നവർ, അവരോട് നമുക്ക് വെറുപ്പാണ്, അവരോട് നമുക്ക് വിദ്വേഷമാണ്. എന്താണ് കാരണം? അവർ കുറ്റം പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെയാണ്, സഹാബത്തു റസൂലില്ലാഹയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ നദ്കുറുഹും ഇല്ലാ ബിഖൈർ. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദ വലാ നദ്കുറുഹും, അവരെ കുറിച്ച് നാം പറയും, അവരെ കുറിച്ച് നാം പറയുന്ന വാക്കുകൾ നല്ലത് മാത്രമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പല സഹോദരങ്ങളും അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. അതല്ല അഹ്ലുസുന്നയുടെ മനഹജ്. അവരെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ദിവസങ്ങൾ കടന്നുപോകുന്നു, സഹാബത്തിന്റെ ചരിത്രങ്ങൾ അത് ചർച്ചയില്ല. നമ്മുടെ മക്കൾക്ക് സഹാബത്തിന്റെ ചരിത്രങ്ങൾ നാം പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ സഹാബത്തിന്റെ പേരുകളില്ല. നമ്മുടെ മാതൃകയാവേണ്ടവർ, ഈ ഉമ്മത്തിന്റെ മാതൃകയാണെന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന വിഭാഗം, അവരെ കുറിച്ച് ചർച്ചയില്ലാതെ മുസ്ലിം ഉമ്മത്ത് കടന്നു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച വാക്ക്, പല കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ അറിവില്ല എന്നതുപോലും മനസ്സിലാക്കാനുള്ള അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ മനഹജിന്റെ ഉസൂലുകളിൽപ്പെട്ടതാണ് സഹാബത്തിനെ സ്നേഹിക്കുക എന്നുള്ളത്. സഹാബത്തിനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ്
മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഹുബ്ബു അബീ ബക്രിൻ വ ഉമറ മിനസ് സുന്ന, അബൂബക്കറിനെയും ഉമറിനെയും ഒക്കെ സ്നേഹിക്കുക എന്ന് പറയുന്നത് സുന്നത്തായ ഒരു കാര്യമാണോ, നിർബന്ധമല്ലാത്ത ഒരു കാര്യമാണോ? ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് തിരിച്ചു പറഞ്ഞു, ലാ ബൽ ഫരീള, അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്, നിർബന്ധമായ ബാധ്യതയാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. നീ ചെയ്തില്ലെങ്കിൽ നീ അല്ലാഹുവിങ്കൽ കുറ്റക്കാരനായി തീരുന്ന കാര്യമാണ് എന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ലാലകായി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലുസ് സുന്ന എന്ന കിതാബിൽ ഉദ്ധരിച്ചതായി കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബത്തിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് എത്രമാത്രം നാം പഠിച്ചു, അവരെ കുറിച്ച് എത്രമാത്രം അറിയാൻ നാം ശ്രമിച്ചു, അവർക്ക് വേണ്ടി എത്രമാത്രം പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, ഈ ദീനിനെ നമ്മിലേക്ക് എത്തിച്ചു തന്നവർ, ഈ ദീനിനെ ഒരു പോറലുമേൽക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയാണ് ഏൽപ്പിച്ചത്, അവരാണ് അതിന്റെ സംരക്ഷകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സംരക്ഷകരായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിലനിർത്തിയത് ആ സഹാബത്തിനെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. എന്റെ സഹോദരങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേവലം ഒരു ദർസിൽ ഇരുന്ന് അവിടെ അവസാനിപ്പിക്കുന്നതിന് പകരം പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ അല്ലാഹു പറയുന്നു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം മനസ്സിലായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ഉപേക്ഷിക്കുന്നവർ, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. പരിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ ആരാണ് വിശ്വാസികൾ? സഹാബികളാണ്. സഹാബത്തിന്റേതല്ലാത്ത മാർഗം ഒരുവൻ പിൻപറ്റുകയും ചെയ്താൽ അവനുള്ള ശിക്ഷ എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവർത്തിച്ചു പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. സഹാബത്തിന്റേതല്ലാത്ത മാർഗം ഒരുവൻ പിൻപറ്റിയാൽ അവനുള്ള ശിക്ഷ അല്ലാഹു പറയുന്നു, നുവല്ലിഹി മാ തവല്ല, അവൻ ഏത് വഴിയിലാണോ പോയിരിക്കുന്നത് അതിലേക്ക് നാം അവനെ വിടും. വനുസ്ലിഹി ജഹന്നം, അവനെ കാത്തിരിക്കുന്നത് നരകമാകുന്നു. വസാഅത് മസീറ, അത് എത്ര മോശമായ വാസസ്ഥലമാണെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു താക്കീത് നൽകുന്നു. സഹാബത്തിന്റെ മാർഗം പിൻപറ്റിയില്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്ന വാസസ്ഥലം നരകമാണെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെയാണ് നമുക്ക് സഹാബത്തിന്റെ മാർഗം പിൻപറ്റാൻ സാധിക്കുക? അവരെ കുറിച്ച് അറിയാത്തവർക്ക്, അവരുടെ മാർഗം അറിയാത്തവർക്ക്, അവർ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ അറിയാത്തവർക്ക് എങ്ങനെയാണ് ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക? സഹാബത്തിനെ അറിയാത്തവൻ, സഹാബത്തിന് വേണ്ടി സംസാരിക്കാത്തവർ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഈമാനിൽ വലിയ കുറവാണ്. അവരുടെ മാർഗം പിൻപറ്റുക എന്നുള്ളത് വിശ്വസിക്കാൻ, നമ്മുടെ ഈമാൻ പൂർത്തിയാകാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ബിഇദ്നില്ലാഹ് ഇന്നത്തെ ദർസിൽ ഉദ്ദേശിക്കുന്ന കാര്യം, ഒന്ന്, സഹാബത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില അറിവുകൾ എന്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത്, അവർ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ ഉണർത്തുക എന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൽ പലതും നിങ്ങൾക്കറിയാവുന്നതായിരിക്കാം. അതൊരു മുദാക്കറ എന്ന രൂപത്തിൽ, പഠിച്ചതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ആവർത്തിക്കാം. ഇവിടെ ഈ വിഷയം പറയുന്നതിന് മുമ്പ് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മളിൽ പല ആളുകളും, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ധാരാളമായി ദർസുകൾക്ക് പങ്കെടുക്കുന്നവരായിരിക്കാം, ധാരാളമായി ക്ലാസുകളും മറ്റും കേൾക്കുന്നവരായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ വിജ്ഞാനത്തിൽ പ്രത്യേകിച്ച് ഒരു വർധനവില്ലാത്തത്? ഇപ്പൊ സഹാബത്തിനെ കുറിച്ച് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ദർസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ചില സഹോദരങ്ങൾ ചിന്തിക്കും, സഹാബത്തിനെ കുറിച്ച് നമുക്കറിയാലോ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണ്, അവരാണ് ഹദീസുകളൊക്കെ ഉദ്ധരിച്ച ആളുകൾ എന്നിങ്ങനെ പൊതുവായ ചില അറിവ് ഇതെല്ലാവർക്കും അറിയാം. ഇത് മനസ്സിലാകാൻ ആഴ്ചതോറും ക്ലാസുകൾക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എവിടെയാണ് ക്ലാസുകൾക്ക് ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രത്യേകത പ്രകടമാകുന്നത്? അവൻ അതിന്റെ വിശദീകരണങ്ങൾ അറിയാം. സഹാബി ആരാണെന്ന് ചോദിച്ചാൽ കേവലം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചവർ എന്ന ഒറ്റ വാക്കിൽ മറുപടി പറയുന്നതിന് പകരം അവൻ അതിന്റെ വിശദീകരണങ്ങൾ അറിയാം. ആരാണ് സഹാബി, എപ്പോഴാണ് ഒരാൾ സഹാബിയായിത്തീരുന്നത്, അതിന്റെ ഉദാഹരണങ്ങൾ അവന് പറയാൻ സാധിക്കും. അതാണ് ഒരു വിദ്യാർത്ഥിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില സഹോദരങ്ങളൊക്കെ ദർസുകളിൽ ഇരിക്കും, പൊതുവായി ചില കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ അത് അവർക്കറിയാം, എന്നാൽ അതിന്റെ വിശദീകരണങ്ങൾ പറയുമ്പോഴും അവർ എഴുതിയെടുക്കുകയില്ല, അവരത് കുറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുകയില്ല. എന്താണ് കാരണം?
അവരുടെ ധാരണയിലുള്ളത് ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ ഇൽമു വർദ്ധിക്കുകയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിലുള്ള ആളുകളോട് പറയാറുണ്ട്, യാ ബുനൈ ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, എന്റെ മക്കളെ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിക്കൊണ്ട് അതിനെ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാറുള്ളതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു കിതാബ് തന്നെ രചിച്ചതായി കാണാം. തഖീദുൽ ഇൽം, ഇൽമിനെ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു കിതാബ് തന്നെ ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ, ഈ പറയുന്ന വിഷയങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ അത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, അത് പിന്നീട് മുറാജഅ ചെയ്യുക. അങ്ങനെ ആ ഇൽമിനെ സ്ഥിരപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. ഒന്നാമതായി, ആരാണ് സഹാബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ആരാണവർ? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, സഹാബി എന്ന് പറഞ്ഞാൽ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലൽ ഇസ്ലാം വലൗ തഖല്ലലത് റിദ്ദത്തുൻ ഫിൽ അസഹ്. സഹാബി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ നിബന്ധന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായിക്കൊണ്ട് പ്രവാചകന്റെ കൂടെ സമയം ചെലവഴിച്ചവർ. മുസ്ലിമായിക്കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുസ്ലിമായിക്കൊണ്ട് സമയം ചെലവഴിച്ച ആളുകൾക്കാണ് എന്ത് പറയുന്നത്? സഹാബികൾ എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ നിബന്ധന. അപ്പൊ അതിലെന്ത് മനസ്സിലാക്കാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് പ്രവാചകന്റെ കൂടെ ഒരു വ്യക്തി സഹവസിച്ചാൽ ആ വ്യക്തി സഹാബിയാകുമോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്ത് എന്താണ്? അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനാണ് ഖാസിം എന്നവർ. ഖാസിം സഹാബിയാണോ? പ്രവാചകന്റെ മകനെ കുറിച്ചാണ് ചോദ്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയാണോ? അല്ല. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ഖാസിം മരണപ്പെട്ടിരുന്നു. അപ്പൊ പ്രവാചകന്റെ നുബുവത്ത് ലഭിക്കുക എന്നുള്ളത് സഹാബി എന്ന് പറയാനുള്ള ഒരു നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഖാസിം സഹാബിയല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു മകൻ ഇബ്രാഹിം, അദ്ദേഹം സഹാബിയാണോ? സഹാബിയാണ് റളിയല്ലാഹു അൻഹു. എന്താണ് കാരണം? നുബുവത്തിന് ശേഷമാണ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ജനിച്ചത്. അപ്പോൾ ഒന്നാമത്തെ നിബന്ധന, മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി, പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സമയം ചെലവഴിച്ച ആളുകൾ. വമാത അലൽ ഇസ്ലാം, കേവലം പ്രവാചകനിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, മറിച്ച് മുസ്ലിമായിക്കൊണ്ട് മരണപ്പെടുകയും വേണം. മുസ്ലിമായിക്കൊണ്ട് മരണപ്പെടുകയും വേണം. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, പ്രവാചകന്റെ കൂടെ സമയം ചെലവഴിച്ചു, പിന്നീട് കാഫിറായിക്കൊണ്ട് മരണപ്പെട്ടു. അദ്ദേഹം സഹാബിയാണോ? അല്ലെങ്കിൽ അവൻ സഹാബിയാണോ? അല്ല. ആർക്കാണ് ഒരു ഉദാഹരണം പറയാൻ പറ്റുക? അബ്ദുല്ലാഹ് ബിൻ ഖതൽ. അബ്ദുല്ലാഹ് ബിൻ ഖതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ പിന്നീട് മുർത്തദായി പോയി. റബീഅത്ത് ബിൻ ഉമയ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി മുർത്തദായി. അവനെ കുറിച്ച് സഹാബി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സബാത്ത് നൽകുമാറാവട്ടെ. പ്രവാചകന്റെ കൂടെ നടന്ന ആളുകൾ പിന്നീട് മുർത്തദാകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം. സബാത്ത് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഒരു ഉപദേശം നൽകണം. ആരാണ് അലി? ആരാണ് അലി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയുൻ ഫിൽ ജന്ന, അലി സ്വർഗ്ഗത്തിലാണ്. ആ അലി പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറയാണ്, പ്രവാചകരെ ഒരു ഉപദേശം നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസീഹത്ത് കൊടുക്കുന്നു, അലി, നീ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യം അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി എന്ന് പറയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവേ എനിക്ക് നീ ഹിദായത്ത് നൽകണം, സന്മാർഗം മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം നൽകണം. വസദ്ദിദ്നി, അതിൽ ഉറച്ചു നിൽക്കാനും ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സത്യമാർഗത്തിൽ നിൽക്കാൻ, ഉറച്ചു നിൽക്കാൻ അല്ലാഹുവിനെ എനിക്ക് സൗഭാഗ്യം നൽകണമെന്ന് അലിയെ നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ സഹോദരങ്ങളെല്ലാവരും, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഈ രണ്ടുപേർ അബ്ദുല്ലാഹ് ബിൻ ഖതലും റബീഅത്ത് ബിൻ ഉമയ്യയും അവർ ഇസ്ലാം സ്വീകരിച്ചത് നമ്മെ പോലെ മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളായി ജനിച്ചു വന്നവരായതുകൊണ്ടല്ല, മറിച്ച് മുഹമ്മദ് ബിൻ അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ ചെന്ന് ഇസ്ലാം സ്വീകരിച്ച് ഈ രണ്ടുപേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് എടുത്തു കളഞ്ഞു.
അതുകൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകുക എന്ന് പറയുന്നത്, സബാത്ത് നൽകുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സഹാബി എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിമായി കാണുകയും മുഅ്മിനായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്ത ആളുകൾ. ചില ആളുകൾ ഉണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, അവർ ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് മുർത്തദ്ദായി പോയി. പിന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അവർ സഹാബികളാണോ? അവർ സഹാബികളാണ്. ആർക്കാണ് ഒരു ഉദാഹരണം പറയാൻ പറ്റുക? സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ അബി സർഹ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ബിൻ അബി സർഹ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹം പ്രവാചകനെ കണ്ടു, ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് മുർത്തദ്ദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നാലാമത്തെ ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇസ്ലാം സ്വീകരിച്ചു, പിന്നീട് മുർത്തദ്ദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു, തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയുള്ള ആളുകൾ സഹാബികളാണോ? രൂപം മനസ്സിലായോ? പ്രവാചകന്റെ വഫാത്ത്, പ്രവാചകന്റെ ഹയാത്തിൽ മുസ്ലിമായി, പ്രവാചകന്റെ ഹയാത്തിൽ തന്നെ മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി, പിന്നീട് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിലേക്ക് തിരിച്ചു കടന്നു വരികയും ചെയ്തു. ആർക്കാണ് ഉദാഹരണം പറയാൻ പറ്റുക? വളരെ പ്രസിദ്ധനായ സഹാബിയാണ് അശ്അസ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അശ്അസ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹവും സഹാബിയാണ്. ഏറ്റവും ശരിയായ അഭിപ്രായം അനുസരിച്ച് അദ്ദേഹവും സഹാബിയാണ്. അപ്പോൾ സഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനായ നിലയിൽ കണ്ടുമുട്ടുകയും മുസ്ലിമായി മരണപ്പെടുകയും ചെയ്ത ആളുകൾക്കാണ് സഹാബി എന്ന് പറയുക. അതിനിടയിൽ മുർത്തദ്ദായി പിന്നീട് അവർ ഇസ്ലാമിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ അവർ സഹാബിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അതുപോലെ തന്നെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയത് പ്രവാചകൻ വഫാത്തായതിനു ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി അവർ മദീനയിലേക്ക് വരുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരുന്നു. പ്രവാചകന്റെ ജിനാസയാണ് അവർ കണ്ടത്. അത്തരക്കാരെ സഹാബികൾ എന്ന് പറയാൻ പറ്റുമോ? അവർ സഹാബികളല്ല. ആരെ പോലെ? അബൂ ദുഐബ് ഖുവൈലിദ് ബിൻ ഖാലിദ് അൽ ഹുസലി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അല്ലെങ്കിൽ റഹിമഹുള്ളയെ പോലെ. അദ്ദേഹം മദീനയിലേക്ക് കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരുന്നു. ഇതാണ് സഹാബി എന്നതിന്റെ വിവക്ഷയായി പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത്. തയ്യിബ്, സഹാബികൾ മനുഷ്യരിൽ മാത്രമാണോ? മനുഷ്യരിൽ മാത്രമാണോ സഹാബികളുള്ളത്? അല്ല, ജിന്നുകളുടെ കൂട്ടത്തിലും സഹാബികളുണ്ട്. ഇബ്നു ഹസ്ം റഹിമഹുള്ള അദ്ദേഹത്തിന് അൽ മുഹല്ലയിൽ പറഞ്ഞതായി കാണാം, ഒരു പറ്റം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഫഹും സഹാബത്തുൻ വഫുളല, അവർ വളരെ ശ്രേഷ്ഠരായ സഹാബികളാണ് എന്ന് ഇബ്നു ഹസ്ം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ മുഹല്ലയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന കിതാബിൽ അബൂ മൂസ അൽ മദീനിയെ പോലെയുള്ള ആളുകൾ ജിന്നുകളുടെ പേരുകളും ക്രോഡീകരിച്ചതായി കാണാം. ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ റളിയല്ലാഹു അൻഹും വറളു അൻ എന്ന് സഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ആരും ഉൾപ്പെടും? ജിന്നുകളും ഉൾപ്പെടുന്നതാണ്. കേവലം മനുഷ്യർ മാത്രമല്ല, ജിന്നുകളും അതിൽ ഉൾപ്പെടുന്നതാണ്. തയ്യിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചവരാണ് സഹാബികൾ എന്ന് പറയുമ്പോൾ പ്രവാചകൻ ഇസ്രാഇന്റെ രാത്രിയിൽ അമ്പിയാക്കളെ കണ്ടിട്ടുണ്ട്, അല്ലെ? ആകാശത്ത് വെച്ച് അമ്പിയാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അമ്പിയാക്കൾ സഹാബികളാണോ? ഒരാളൊഴികെ. അമ്പിയാക്കൾ എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയത് അവരുടെ മരണശേഷമാണ്. അവർ മരിച്ചതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണുന്നത്. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അവരുടെ മരണശേഷമാണ് അവർ പ്രവാചകനെ കണ്ടത്, ഹയാത്തിലല്ല, സാധാരണ ഭൂമിയിലുള്ള ജീവിതത്തിലല്ല. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ കുറിച്ച് സഹാബികൾ എന്ന് പറയില്ല, ഒരു നബിയെ ഒഴികെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടതാണ്. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി. അതുകൊണ്ട് തന്നെ ഇമാം ദഹബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തജ്രീദു അസ്മാഇ സ്വഹാബ എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം, സഹാബിയുൻ വ നബി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സഹാബിയുമാണ്, അപ്രകാരം അദ്ദേഹം നബിയുമാണ്. പക്ഷെ പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് സഹാബിയാണെന്ന് പറയില്ല. കാരണം നബി എന്ന് പറയുന്ന ദറജ അതിനേക്കാളും എത്രയോ ഉയർന്ന ദറജയാണ്, ഉയർന്ന പദവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് സഹാബി എന്ന് പറയില്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹത്തിന് അൽ ഇസാബയിൽ
എന്തുകൊണ്ട് ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളതിന് 3-4 തെളിവുകൾ പറയുന്നതായി കാണാം. അത് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. പറഞ്ഞതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഅ്മിനായ നിലയിൽ ഒരു വ്യക്തി കണ്ടുമുട്ടുകയും ആ വ്യക്തി മുസ്ലിമായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി സഹാബിയാണ്. എന്നൊരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അദ്ദേഹത്തെ സഹാബിയായി പരിഗണിക്കോ? ഇല്ല. എന്താണ് തെളിവ്? ഇന്നിപ്പോ ഒരു ഖുറാഫി നിങ്ങളുടെ അരികിൽ വന്നിട്ട് പറയാണ് ഞാൻ സഹാബിയാണ്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ ദർശിച്ചവരാണ്. അവർ സഹാബിയാണോ? അല്ല. എന്താണ് തെളിവ്? ആ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ഇൽമിന്റെ ഭാഗമായി നിങ്ങൾ കരുതി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവായ കാര്യങ്ങൾ അറിയുക എന്നുള്ളതല്ല വിദ്യാർത്ഥികളുടെ പ്രത്യേകത. മറിച്ച് അവർക്ക് തെളിവുകൾ അറിയാം, അവർക്ക് വിഷയങ്ങൾ അറിയാം. ഇബ്നു നജ്ജാർ അൽ ഫുതൂഹി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശറഹുൽ കൗകബിൽ മുനീരിൽ ഇജ്മാ ഉദ്ധരിക്കുന്നതായി കാണാം. മൻ റആഹു മനാമൻ, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ ലാ യുസമ്മ സഹാബിയൻ ബിൽ ഇജ്മാ, അവൻ സഹാബിയല്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തി നിങ്ങളുടെ അരികിൽ വന്നിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു, അതുകൊണ്ട് അയാൾ സഹാബിയാണെന്ന് പറഞ്ഞാൽ അതിന് മറുപടി എന്താ? സഹാബിയല്ല. എന്താണ് തെളിവ്? ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ്. ഇജ്മാ എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും തെളിവായി നാം പറയുന്നത് പോലെ തെളിവായ മറ്റൊരു കാര്യമാണ് ഇജ്മാ എന്നുള്ളത്. ഇനി ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കാം. സഹാബത്തിന്റെ തുടക്കം ആരിൽ നിന്നാണ്? പറയും, നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പൊതുവെ അതിന് വിശദീകരണമായി പറയാറാണ് പതിവ്. ഒന്നാമത്തേത്, പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്, നിങ്ങൾ കൂടി മറുപടി പറയുന്ന രൂപത്തിലാണ് ദർസ് നല്ലത്, അതല്ലെങ്കിൽ ഞാൻ മാത്രം പറഞ്ഞ്, പുരുഷന്മാരിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്ത്രീകളിൽ ഖദീജ റളിയല്ലാഹു അൻഹ, കുട്ടികളിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മോചിപ്പിക്കപ്പെട്ട അടിമകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചതാരാണ്? അഹ്സൻതും വഫഖകുമുല്ലാഹ്, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. അടിമകളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാർ പൊതുവെ വേർതിരിവോടുകൂടി അത് പറയുന്നത് കാണാം. മവാലികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ഇബ്നു ഹാരിസയാണ്. എന്താണ് മവാലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടിമയായിരുന്നു, പക്ഷെ മോചിപ്പിക്കപ്പെട്ടു. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അടിമയായിരുന്നില്ല. അങ്ങനെ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ അടിമയായി നിലനിൽക്കെ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. തയ്യിബ്. സഹാബികൾ, അവരെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ എത്ര വിഭാഗമാണ് സഹാബികൾ? 2 വിഭാഗം. ആരൊക്കെയാണ്? മുഹാജിരീങ്ങളും അൻസാരികളും. അതല്ലാത്ത സഹാബികളുണ്ടോ? മുഹാജിർ അല്ലാത്ത, അൻസാരി അല്ലാത്ത സഹാബികൾ ഉണ്ടായിരുന്നോ? അതല്ലാത്ത സഹാബികൾ ഉണ്ടായിരുന്നു. അതല്ലാത്ത സഹാബികളും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗം പറയുന്നത്? അവരാണ് ഏറ്റവും അധികം. ചില സഹോദരങ്ങൾ കരുതുന്നത് സഹാബികൾ ഇവർ മാത്രമായിരുന്നു എന്നാണ്. അത് ശരിയല്ല. സഹാബികളിൽ അൻസാരികളുണ്ട്, മുഹാജിരീങ്ങളുമുണ്ട്, അതിനു പുറമെയുള്ള ആളുകളുമുണ്ട്. അൻസാരികളെയും മുഹാജിരികളും അവർ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ കുറിച്ചുള്ള സംസാരം ധാരാളമായി വരുന്നത്. അവരെക്കുറിച്ച്, ഈ 2 വിഭാഗത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞതായി കാണാം. ഞാൻ ആ വിഷയം വിശദീകരിക്കുന്നില്ല. 8 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹാജിരീങ്ങളെയും അൻസാരികളെയും കുറിച്ച് പറഞ്ഞു. ശേഷം പറഞ്ഞു വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവർ, അൻസാരികൾക്കും മുഹാജിരീങ്ങൾക്കും ശേഷം വന്നവർ, നമ്മളെല്ലാവരും അതിൽ ഉൾപ്പെടും. യഖൂലൂൻ, അവർ പറയും റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, അല്ലാഹുവേ നമുക്ക് മുമ്പ് വഴി നടന്ന ഈ ആളുകൾ, അൻസാരികളായ സഹാബികൾ, മുഹാജിരീങ്ങളായ സഹാബികൾ, അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ എന്ന് ദുആ ചെയ്യുന്നവരായിരിക്കും അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖുർതുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന കിതാബിൽ പറയുന്നു, ഹാദിഹിൽ ആയതു ദലീലുൻ അലാ വുജൂബി മഹബ്ബത്തി സ്വഹാബ, സഹാബത്തിനെ സ്നേഹിക്കുക എന്നത് വാജിബാണെന്നാണ് ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നത് എന്ന് ഖുർതുബി റഹിമഹുല്ലാ പറയും. വാജിബാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. സ്നേഹിക്കാൻ നമുക്ക് എന്ത് വേണം? അവരെ കുറിച്ച് അറിയണം. അവരെ കുറിച്ച് അറിയാത്തവർക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ?
ഇല്ല, കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന സ്നേഹമായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സഹാബത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാൻ ഹുബ്ബുൽ അൻസാർ, അൻസാരികളെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ്. വആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ, അൻസാരികളോട് വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളത് നിഫാഖിന്റെ കപടവിശ്വാസത്തിന്റെ അടയാളമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രവാചകന്റെ സഹാബത്തിനെ സ്നേഹിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന ഉന്നതമായ ഒരു പദവി മാത്രം ഞാൻ നിങ്ങളോട് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബറാ ഇബ്നു ആസിബിന്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഫമൻ അഹബ്ബഹും, ആരെങ്കിലും സഹാബത്തിനെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സഹാബികളെ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബഹുല്ലാഹ്, അവനെ ഇഷ്ടപ്പെടുന്നത് അല്ലാഹു ആയിരിക്കും. നിങ്ങൾ സഹാബത്തിനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. റബ്ബ് നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു എങ്ങാനും പ്രിയപ്പെട്ടവരെ നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് ഭയക്കാനുള്ളത്? എന്താണ് നമുക്ക് പേടിക്കാനുള്ളത്? റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമായി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യം എത്രമാത്രം വലുതായിരിക്കും. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടാനുള്ള വഴിയാണ് സഹാബത്തിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, ഫമൻ അഹബ്ബഹും അഹബ്ബഹുല്ലാഹ്, അവരെ ഇഷ്ടപ്പെടുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും. വമൻ അബ്ഗളഹും, അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരെ അബ്ഗളഹുല്ലാഹ്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്നത്, അവരെ അല്ലാഹുവും വെറുക്കും. എത്രയെത്ര ആളുകളാണ് സഹാബത്തിനെ കുറിച്ച് മോശമായ വരികൾ എഴുതി വെച്ചത്. നമ്മുടെ നാട്ടിൽ വരെ അവരുടെ പുസ്തകങ്ങൾ മലയാളത്തിലും മറ്റും തർജ്ജമ ചെയ്ത് എത്രയെത്ര പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ചീത്ത പറഞ്ഞ ആളുകളുടെ സംസാരങ്ങൾ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കളവ് കാണിച്ചവനാണെന്ന് പറഞ്ഞ സംസാരങ്ങൾ നാട്ടിൽ നടന്നിട്ടില്ലേ? അബൂ സുഫിയാന്റെ മനസ്സിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ പ്രചരിപ്പിച്ചിരുന്നില്ലേ? എത്രയെത്ര വൃത്തികെട്ട സംസാരങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ അബ്ഗളഹും, അവരോട് വെറുപ്പ് പ്രകടിപ്പിച്ചവർ അബ്ഗളഹുല്ലാഹ്, അവനോട് വെറുപ്പ് കാണിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബത്തിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് ഏറെ പുണ്യമുള്ള കാര്യമാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ആജുരി അദ്ദേഹത്തിന്റെ ശരീഅയിൽ ഉദ്ധരിക്കുന്നതായി കാണാം, ഖസ്ലതാൻ, രണ്ട് ഗുണങ്ങൾ, മൻ കാനത ഫീ, ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ, ഒരു വ്യക്തിയിൽ രണ്ട് ഗുണങ്ങൾ ഉണ്ട് എങ്കിൽ, അർജു അൻ യൻജുവ വയസ്ലം, അവൻ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്തേത് അസ്ദിഖ്, അവന്റെ ജീവിതത്തിൽ സത്യസന്ധത അവൻ പുലർത്തണം, സത്യസന്ധത പുലർത്തുന്നവനായിരിക്കണം. രണ്ടാമത്തേത് ഹുബ്ബു അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോട് ഇഷ്ടമുണ്ടാവണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മൾ ഇതുവരെ സഹാബത്തിനെ എങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ അവരെ ഇഷ്ടപ്പെടുക, അവരുടെ ചരിത്രങ്ങൾ നാം വായിക്കുക. ഈ ചുരുങ്ങിയ സമയത്തിൽ അവരെ കുറിച്ച് പറയുന്നതിൽ നമുക്ക് പരിമിതിയും, അതുകൊണ്ട് അവരെ കുറിച്ച് കൂടുതൽ പഠിക്കുക. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്കിനെ പോലെ മഹാനായ ഈ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, ഈ രണ്ട് സ്വഭാവ ഗുണം ഒരുവനിൽ ഉണ്ടായാൽ അവൻ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സത്യസന്ധതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനോടുള്ള ഇഷ്ടം. അടുത്തൊരു കാര്യം, സഹാബത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ എത്രയാണ് സഹാബത്തിന്റെ എണ്ണം? എത്ര സഹാബികൾ ഉണ്ടായിരുന്നു? എത്ര സഹാബികളുണ്ട്? ആരാ മറുപടി പറയാ? ഖതീബ് അൽ-ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ-ജാമി' ലി-അഖ്ലാഖ് അർ-റാവി എന്ന കിതാബിൽ അബൂ സുറഅത്ത് അർ-റാസി റഹിമഹുല്ലാഹയോട് ഈ ചോദ്യം വന്നു, സഹാബത്തിന്റെ എണ്ണം എത്രയാണ്? പക്ഷെ അദ്ദേഹത്തോട് വന്നിരിക്കുന്ന ചോദ്യം ഹദീസുകൾ ഉദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹദീസുകളുമായി ബന്ധപ്പെട്ട സഹാബത്തിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അബൂ സുറഅത്ത് അർ-റാസി റഹിമഹുല്ലാഹ്, അബൂ സുറഅ അർ-റാസി വലിയ ഇമാമാണ്, ഇമാം ബുഖാരിയുടെയൊക്കെ ഉസ്താദുമാരുടെ തബഖയിൽ ആ ദർജയിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയം സഹാബത്ത് ഏകദേശം 1,10,14,000 സഹാബികൾ ഉണ്ടായിരുന്നു എന്ന് അബൂ സുറഅത്ത് അർ-റാസി റഹിമഹുല്ലാഹ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയം 1,14,000 സഹാബികൾ ഉണ്ടായിരുന്നു എന്ന് അബൂ സുറഅത്ത് അർ-റാസി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ഖതീബ് അൽ-ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ-ജാമി' ലി-അഖ്ലാഖ് അർ-റാവി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ഈ 1,14,000 സഹാബികൾ അവരുടെ പേരുകൾ നമുക്ക് ലഭ്യമാണോ? ആണോ? അല്ല. എത്ര സഹാബത്തിന്റെ പേരുകളാണ് ഇന്ന് ഏകദേശം നമുക്ക് ലഭ്യമായിട്ടുള്ളത്? ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ കുറിച്ചായി പറയുന്നത്. ഒരു പക്ഷേ
ഇന്ന് ഏതെങ്കിലും ലോകത്തുള്ള ഫുട്ബോൾ കളിക്കാരെ കുറിച്ച് ചോദിച്ചാൽ പലർക്കും മറുപടി ഉണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഫൈൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അവർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സന്മാർഗമുള്ളൂ എന്ന് ഏത് വിഭാഗത്തെക്കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്? ആ വിഭാഗത്തെക്കുറിച്ച്, ആ വിഭാഗം അവരെ കുറിച്ചാണ്. എത്രമാത്രം സഹാബികളെ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അറിവില്ലായ്മ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, നമുക്കറിയില്ല എന്നതുപോലും നമുക്കറിയാതെ പോവുകയാണ്. നമുക്കറിയില്ല എന്ന് നമുക്കറിയില്ല. പല ദർസുകളും നടക്കുന്നു, പൊതുവായ ചില വിജ്ഞാനം വെച്ച് നമ്മൾ നടക്കുന്നു എന്ന് മാത്രം. ദർസുകളിൽ പങ്കെടുക്കാൻ പലർക്കും താല്പര്യമില്ല. സഹാബത്തിനെ കുറിച്ച് പഠിക്കാൻ ഒരു സമയം മാറ്റിവെക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമ്മുടെ മാതൃകയാണവർ. അവരെ പിന്തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്മാർഗമുള്ളൂ എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു നമ്മോട് പറയുന്നുവെങ്കിൽ അവരെ കുറിച്ച് നമുക്കറിയില്ല എങ്കിൽ എത്രമാത്രം കുറവാണ്, എത്രമാത്രം നമ്മുടെ ഈമാനിന്റെ ബലഹീനതയാണ്. 1,14,000 സഹാബികളിൽ നിന്ന് ഏകദേശം സഹാബത്തിന്റെ ചരിത്രം നമുക്ക് വന്നിരിക്കുന്നത് 12,000-ഓളം അല്ലെങ്കിൽ 13,000-ഓളം സഹാബികളുടെ ചരിത്രങ്ങൾ മാത്രമാണ്. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഇസാബയിൽ 12,290 എത്രയോ സഹാബത്തിന്റെ ചരിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ കിതാബുകളിൽ അദ്ദേഹത്തിന് ക്രോഡീകരിക്കാൻ സാധിച്ചത്. ശേഷം അദ്ദേഹം പറഞ്ഞു, അതിനപ്പുറമുള്ള ഈ സഹാബികൾ 1,00,000-ലധികം വരുന്ന സഹാബികൾ, 1,14,000-ൽ നിന്ന് 12,000-ഓളം സഹാബികളുടെ ചരിത്രങ്ങളെ നമുക്കറിയുകയുള്ളൂ. അവരുടെ പേരുകളാണ് നമുക്കറിയുന്നത്. ബാക്കിയുള്ള സഹാബികൾ എന്തുകൊണ്ടാണ് അവരുടെ പേരുകളും വിശദീകരണങ്ങളും നമുക്ക് ലഭിക്കാതെ പോയത്? ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നു, അവർ പലരും അഅറാബികളായിരുന്നു. അവർ ഗ്രാമങ്ങളിലും മറ്റും താമസിക്കുന്നവരാണ്. ജനങ്ങളുമായി അല്ലെങ്കിൽ ഹദീസുകളും മറ്റുമൊക്കെ ആളുകൾ തേടി വരുന്നത് മക്ക മദീന പോലുള്ള പ്രദേശങ്ങളിലായിരുന്നു. അവിടേക്ക് സഹാബികൾ അധികമായി പോകാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ചരിത്രങ്ങൾ നമുക്ക് ലഭിക്കാതെ പോയത് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഇസാബയിൽ പറയുന്നു. പക്ഷെ അവരെല്ലാവരും, ഏകദേശം എല്ലാവരും ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി സന്നിഹിതരായിരുന്നു എന്ന് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ല പറയുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. തയ്യിബ്, ഏകദേശം മനസ്സിലായില്ലേ? അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് സഹാബത്ത് കുറച്ച് ആളുകളെ അറിയൂ എന്നല്ല, ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാകണം. പഠിക്കുന്ന കാര്യങ്ങൾ എഴുതുക, അത് മനസ്സിലാക്കുക. അങ്ങനെയായിരുന്നു സഹാബികൾ. അവർ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കും, പിന്നീട് മുറാജഅ ചെയ്യും. പൊതുവായ ചില വിജ്ഞാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ നടക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് നമ്മൾ പഠിക്കുക, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി സഹാബത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, സഹാബികൾ എല്ലാവരും ശ്രേഷ്ഠതയിൽ ഒരുപോലെയാണോ? അല്ല. നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഒരു വിഭാഗം എന്ന രൂപത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അൻസാരികളാണോ മുഹാജിറുകളാണോ? മുഹാജിറുകളാണ്. മുഹാജിറുകളായ സഹാബികളാണ് ഏറ്റവും ശ്രേഷ്ഠർ എന്ന് അബു അംർ അദ്ദാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ റിസാലത്തുൽ വാഫിയ എന്ന കിതാബിലും ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ അൽ വാസിതയിലും സൂചിപ്പിക്കുന്നതായി കാണാം. ഏറ്റവും ശ്രേഷ്ഠർ മുഹാജിറുകളായ സഹാബികളാണ്. അഥവാ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കുകയും പിന്നീട് ഹിജ്റ ചെയ്തുകൊണ്ട് മദീനയിലേക്ക് പ്രവാചകന്റെ കൂടെ വരികയും ചെയ്തയാള്. അതിനുശേഷം അൻസാരികളായ സഹാബികളാണ്. മുഹാജിറുകളായ സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ ഉമർ, പിന്നെ ഉസ്മാൻ, പിന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ ആരാണ്? അൽ അശറത്തുൽ മുബശ്ശറൂൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ടിരിക്കുന്ന 10 ആളുകൾ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ടിരിക്കുന്ന 10 സഹാബികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശറത്തുൽ മുബശ്ശറൂൻ എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തന്നത്. ഈ 10 പേർ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച ആളുകളാണ്. മറ്റ് ചില സഹാബികൾക്കും ഈ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 10 പേരുടെ പേരുകൾ മാത്രം പറയുന്നത്? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിച്ച് ഇവരുടെ പേര് പറഞ്ഞു. ഇമാം ഇബ്നു മാജയും തിർമിദി ഉദ്ധരിച്ച സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അബൂബക്കർ ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലി ഫിൽ ജന്ന, طلحة بن عبيد الله في الجنة، زبير بن العوام في الجنة، سعيد في الجنة، سعد في الجنة، أبو عبيدة في الجنة، عبد الرحمن بن عوف في الجنة. إن رسول الله صلى الله عليه وسلم ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി അവരുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, താങ്കൾ സ്വർഗത്തിലാണ്, താങ്കൾ സ്വർഗത്തിലാണ്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ആ ഒരു പദവിയിലേക്ക് എത്താനല്ലേ, ആ ഒരു സ്വർഗം ലഭിക്കാൻ. ജീവിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജീവിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, താങ്കൾ സ്വർഗത്തിന് അവകാശിയാണ്. ആ സഹാബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നീട് അങ്ങോട്ടുള്ളവരുടെ ജീവിതം. എന്നിട്ട് അവർക്ക് ഭയമായിരുന്നു, നമ്മൾ
നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ മുനാഫിഖീങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടോ? അവരുടെ പേടിയായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ഏറ്റവും ശ്രേഷ്ഠർ മുഹാജിരീങ്ങൾ, പിന്നെ അൻസാരികൾ. മുഹാജിരീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ അശറത്തുൽ മുബശ്ശറൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്തു പറഞ്ഞ 10 ആളുകൾ. പിന്നീട് ആരാണ്? അൻസാരികൾ, മുഹാജിരികൾ, അതിനുശേഷം മുഹാജിർ, അൻസാർ, പിന്നെ അഹ്ലു ബദർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബികൾ. അവരാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒരുപോലെയാണോ? അല്ല. മുഹാജിരീങ്ങളായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് അൻസാരികളായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെക്കാളും ശ്രേഷ്ഠരായ ആളുകൾ എന്ന് ഇബ്നു അബി സഈദ് അൽ ഖൈറവാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ജാമിഉ ഫി സുനൻ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ബദരീങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അഹ്സൻ. 2 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഇഖ്തിസാറു ഉലൂമുൽ ഹദീസിൽ പറഞ്ഞു, ബദരീങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠർ ഉഹദിൽ പങ്കെടുത്തവരാണ്. എന്നാൽ സഫാരീനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ അഖീദ സഫാരീനിയിൽ പറഞ്ഞു, ബദരീങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളാണ്. ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളുകളാണ്. മനസ്സിലായോ? അപ്പം മുഹാജിരീങ്ങൾ, അൻസാരികൾ, മുഹാജിരീങ്ങളിൽ അശറത്തുൽ മുബശ്ശറൂൻ, പിന്നീട് അഹ്ലു ബദർ, ബദറിൽ പങ്കെടുത്ത സഹാബികൾ. അതിനുശേഷം ശ്രേഷ്ഠർ ആരാണെന്നത് 2 അഭിപ്രായമുണ്ട്. ഉഹദിലെ ആളുകളാണെന്ന അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരാണ് എന്ന അഭിപ്രായവുമുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ 1,00,000-ലധികമുണ്ട്. ഈ എല്ലാ സഹാബികളും ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്ക് ലഭ്യമാണോ? അല്ല. സഹാബികളിൽ വളരെ ചുരുക്കം ചിലർ മാത്രമാണ് ധാരാളമായി ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ധാരാളമായി ഹദീസുകൾ ഉദ്ധരിച്ചവർ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ എത്ര ആളുകളെയാണ്? എത്ര ആളുകളെയാണ്? നിങ്ങളെത്ര പറഞ്ഞത്? 7 ആളുകൾ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു 6 ആളുകൾ. പിൽക്കാലഘട്ടത്തിൽ വന്ന പണ്ഡിതന്മാർ അതിന്റെ കൂടെ ഒരു വ്യക്തിയെയും ചേർത്തു. എന്താണ് ഈ അധികമായ ഹദീസുകൾ ഉദ്ധരിച്ചു എന്നതിന്റെ മാനദണ്ഡം? സഹാബികളിൽ അധികമായി ഹദീസുകൾ ഉദ്ധരിച്ചവർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താണ്? 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചവർ. അതിൽ ഒന്നാമത്തേത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എത്ര ഹദീസ് ഉദ്ധരിച്ചു? 5000-ലധികം ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടെയാണ് അദ്ദേഹം മരണപ്പെട്ടത്? അബൂ ഹുറൈറ അദ്ദേഹത്തിന് മറവ് ചെയ്തത് എവിടെയാണ്? മദീനയിലാണ്. രണ്ടാമത്തേത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം എത്ര ഹദീസ് ഉദ്ധരിച്ചു? 2600-ഓളം ഹദീസുകളാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത്. അദ്ദേഹം എവിടെയാണ് മരണപ്പെട്ടത്? മക്കയിൽ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് മക്കയിൽ. മൂന്നാമത്തേത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 2276-ഓളം ഹദീസുകൾ ഉദ്ധരിച്ചു. അദ്ദേഹം എവിടെയാണ് മരണപ്പെട്ടത്? 86-ഓളം ഹദീസുകൾ. 2000-ലധികം എന്ന് ഓർത്തു വെച്ചാലും മതി. എവിടെയാണ് അദ്ദേഹം മരണപ്പെട്ടത്? ബസറയിൽ. അനസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് ബസറയിലാണ്. നാലാമത്തേത് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ ഉദ്ധരിച്ചത് 2200-ഓളം ഹദീസുകൾ അവരും ഉദ്ധരിച്ചു. അവർ മരണപ്പെട്ടത് എവിടെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബർ എവിടെയാ? മദീനയിൽ, ബഖീഇൽ. അഞ്ചാമത്തേത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 1600-ഓളം ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. അദ്ദേഹം മരണപ്പെടുന്നത് എവിടെയായിരുന്നു? ത്വായിഫിലാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലം കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം താമസിച്ചതും മരണപ്പെട്ടതും ത്വായിഫിലായിരുന്നു. ആറാമത്തേത് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം 1500-ഓളം ഹദീസുകൾ ഉദ്ധരിച്ചു. ഈ 6 പേരെയാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. പിൽക്കാലഘട്ടത്തിൽ വന്ന പണ്ഡിതന്മാർ 7-മതായി 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ച വ്യക്തിയെ പറഞ്ഞു. ആരാണത്? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഈ 7 ആളുകളാണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ 1,14,000-ഓളം വരുന്ന സഹാബത്തിൽ നിന്ന് ധാരാളമായി 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചത് ഈ 7 സഹാബികളായിരുന്നു. എന്താണ് കാരണം? ബാക്കിയുള്ള സഹാബികൾക്ക് ഹദീസുകൾ അറിയാത്തത് കൊണ്ടാണോ? പല കാരണങ്ങളുമുണ്ട്. അതിലൊന്ന്, ഈ പറയപ്പെട്ട സഹാബികൾ ധാരാളം വർഷങ്ങൾ അതിനുശേഷം ജീവിച്ചിരുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം വർഷങ്ങളോളം ജീവിച്ചു. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവരെ തേടി വരുമായിരുന്നു. രണ്ടാമത്തെ കാരണം, പല സഹാബികളുടെ അരികിലും വേറെയും ഹദീസുകളുണ്ട്. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ അവർ ഭയന്നിരുന്നു. ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നത് അവർ ഭയന്നിരുന്നു. തന്റെ സഹോദരങ്ങൾ സംസാരിക്കുമെങ്കിൽ ഞാൻ മൗനം പാലിക്കാം എന്ന നിലപാടായിരുന്നു പല സഹാബികളും സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാം ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫഖീഹ് വൽ മുതഫഖിഹ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്ന ഒരു അസർ കാണാം. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു,
മഹാനായ സഹാബി പറയുന്നു, ലഖദ് റഅയ്തു 300 മിൻ അഹ്ലി ബദ്ർ, ബദരീങ്ങളിൽപ്പെട്ട 300ഓളം സഹാബികളെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ബദരീങ്ങളിൽപ്പെട്ട 300ഓളം സഹാബികളെ ഞാൻ കണ്ടു. മാ മിൻഹും മിൻ അഹദിൻ ഇല്ലാ വഹുവ യുഹിബ്ബു അൻ യക്ഫിയഹു സാഹിബുൽ ഫുതിയ. അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ സംസാരിക്കാതെ മൗനം പാലിക്കാനും അവരുടെ കൂടെയുള്ള മറ്റാളുകൾ സംസാരിച്ചു കൊള്ളട്ടെ എന്നും അവർ ആഗ്രഹിച്ചിരുന്നു എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം പറയാണ്, 300ഓളം ബദരീങ്ങളായ ഏറ്റവും ശ്രേഷ്ഠരായ ആ സഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ ആരെങ്കിലും ഒരു വിഷയത്തിൽ ചോദിക്കപ്പെട്ടാൽ അവർ കരുതാറുള്ളത് എന്റെ സഹോദരൻ സംസാരിക്കട്ടെ, ഞാൻ മൗനം പാലിക്കാം എന്നുള്ളതാണ്. അതായിരുന്നു സഹാബത്തിന്റെ ചിന്താഗതി. ഇന്ന് പല ആളുകളും ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാതെ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നാവില്ലാത്തവന് നാവുണ്ടാക്കി കൊടുത്തത് കാരണത്താൽ എവിടെയും ചെന്ന് ഇസ്ലാമിന്റെ ഫത്വകൾ നൽകുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാര്യത്തിൽ അവരുടെ വിഷയത്തിൽ അവർക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നോക്കൂ നിങ്ങൾ, 300ഓളം സഹാബികൾ, ബദരീങ്ങളായ സഹാബികൾ, അവർ ഒരു ചോദ്യം വന്നാൽ അവർ മൗനം പാലിക്കും, മറ്റുള്ളവർ സംസാരിക്കട്ടെ എന്ന് അവർ കരുതുമായിരുന്നു എന്ന് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ധാരാളമായി ചോദ്യങ്ങൾ വരുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ചു പറയാറുണ്ട്, അതുരീദൂന അൻ തജഅലു ളുഹൂറനാ ലക്കും ജുസൂറൻ ഫീ ജഹന്നം, നിങ്ങൾക്ക് നരകത്തിലേക്ക് ചവിട്ടിക്കടക്കാനുള്ള ഒരു പാലമായി എന്റെ ശരീരം ഉപയോഗിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. അദ്ദേഹം മറുപടി പറയാറില്ലായിരുന്നു. അവർക്ക് ദീനിന്റെ വിഷയങ്ങളിൽ സംസാരിക്കാൻ ഭയമുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. ഇപ്പൊ സഹാബത്തിന്റെ വിഷയത്തിൽ 100,000-ലധികം സഹാബികൾ ഉണ്ടായിട്ടും ധാരാളമായി ഹദീസുകൾ ഉദ്ധരിച്ചവർ കേവലം 7 ആളുകൾ മാത്രമാണ്. ഇനി അവരിൽ ഫത്വ നൽകുന്ന ആളുകൾ എത്ര പേരുണ്ടായിരുന്നു? ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് സഹാബികളിൽ നിന്ന് ഫത്വ നൽകിയ ആളുകൾ എത്ര ആളുകളാണ്? ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഇഹ്കാമിൽ പറയുന്നു, സഹാബത്തിൽ ധാരാളമായി ഫത്വ നൽകിയവർ കേവലം 7 പേർ മാത്രമായിരുന്നു. 1,14,000-ഓളം വരുന്ന സഹാബത്തിൽ നിന്ന് ഫത്വക്ക് മുൻകൈയെടുത്തത് 7 ആളുകൾ മാത്രം. ശേഷം അദ്ദേഹം പറയുന്നു, വളരെ ചുരുക്കം ചില ഫത്വകൾ നൽകിയ, വളരെ അധികമല്ല എന്നാലും ചില മസലകൾ സംസാരിച്ചവരെ നോക്കിയാൽ 13 ആളുകൾ. ഇപ്പൊ 13 ആളുകൾ ചില മസലകളിൽ കുറച്ചൊക്കെ മസലകളിൽ സംസാരിച്ചു, 7 ആളുകൾ ധാരാളം മസലകളിൽ സംസാരിച്ചു. മൊത്തം എത്ര ആളുകളായി? 20 ആളുകൾ. സഹാബത്തിന്റെ എണ്ണം എത്രയാ? 1,14,000 വരുന്ന സഹാബത്തിൽ നിന്ന് ഫത്വകൾ നൽകിയിരുന്നത് ഈ 20 പേർ മാത്രമായിരുന്നു. എന്താണത് സൂചിപ്പിക്കുന്നത്? ഫത്വ എന്ന് പറയുന്നത്, ദീനിൽ സംസാരിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്കിന്നൊരു പക്ഷേ ഈ സോഷ്യൽ മീഡിയകളും മറ്റുമൊക്കെ ലഭിച്ചത് കാരണത്താൽ ദീനിൽ സംസാരിക്കാൻ നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ ഫത്വകൾ നൽകുമ്പോൾ, ആളുകളുടെ വലിയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയുണ്ടാകാൻ നാം ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, സഹോദരങ്ങളെ, സഹാബത്തിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പിൻപറ്റാൻ നിർബന്ധിതരാണ്. അത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. ദീനിന്റെ വിഷയത്തിൽ സംസാരിക്കുന്നതിൽ അവർ കാണിച്ചിരിക്കുന്ന സൂക്ഷ്മത, അവരെത്രമാത്രം സൂക്ഷിച്ചിരിക്കുന്നു എന്ന കാര്യം മഹാനായ താബിഈ പണ്ഡിതൻ അബൂ ഹസീൻ അൽ അസദി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. ഇബ്നു ഹംദാൻ അൽ ഹറാനി അദ്ദേഹത്തിന്റെ സിഫത്തുൽ മുഫ്തി എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം പറയുന്നു, ഇന്ന അഹദകും ലയുഫ്തി ഫി മസ്അല, നിങ്ങളിൽ ചില ആളുകൾ ഇന്ന് ദീനിന്റെ ചില മസലകളിൽ സംസാരിക്കുന്നു. ലൗ വറദത് അലാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെങ്ങാനും ആ മസല വന്നിരുന്നെങ്കിൽ ലജമഅ ലഹ അഹ്ല ബദറിൻ, ഉമർ റളിയല്ലാഹു അൻഹു ആ മസല സംസാരിക്കാൻ ബദറിൽ പങ്കെടുത്ത സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടുമായിരുന്നു എന്ന് മഹാനായ അബൂ ഹസീൻ അൽ അസദി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം. അത്രയും നിസ്സാരമായി നിങ്ങൾ ഇന്ന് സംസാരിക്കുന്ന പല മസലകളും സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗൗരവത്തിലെടുത്തിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ സഹാബികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ, അവരുടെ മാർഗം, അവരുടെ മൻഹജ് അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അവരുടെ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നടപ്പിലാക്കാൻ അവർ സഹിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ, അവർ അനുഭവിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, അവരിൽ നമുക്ക് മാതൃകയും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജാലിസുകളിൽ പങ്കെടുക്കാൻ, സദസ്സുകളിൽ പങ്കെടുക്കാൻ എത്രമാത്രം അവർ ശ്രമിച്ചിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും
അൻസാരിയായ എന്റെ അയൽവാസിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പങ്കെടുക്കാൻ പരസ്പരം ഊഴം വെക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ പറഞ്ഞു, ഉമറു ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറയുമ്പോഴും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ദീനിന്റെ മജാലിസുകളിൽ പങ്കെടുക്കാൻ അൻസാരിയായ എന്റെ അയൽവാസിയും ഞാനും മത്സരിക്കുമായിരുന്നു എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ, നമ്മുടെ സഹാബികൾ അവരുടെ മാർഗം മുറുകെ പിടിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എത്രമാത്രം അവർ സഹിച്ചു, എത്രമാത്രം ഇസ്ലാമിന് വേണ്ടി അവർ സേവനങ്ങൾ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കാനൊരു അവസരം കിട്ടിയാൽ അവർ അത് പാഴാക്കാറില്ലായിരുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അവരത് പാഴാക്കാറില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏതാനും ദിവസങ്ങൾ തങ്ങാൻ ഒരവസരം ലഭിച്ചാൽ അവരൊരിക്കലും പാഴാക്കാറില്ലായിരുന്നു. ഇന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശം നമ്മുടെ മസാജിദുകളിൽ, നമ്മുടെ മദാരിസുകളിൽ, നമ്മുടെ ദറൂസുകളിൽ അത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദർസുകളിലേക്ക് എത്താൻ, ആ മജാലിസുകളിലേക്ക് വരാൻ, ആ സഹാബത്തിന്റെ മാർഗം പിൻപറ്റാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിച്ച കാര്യങ്ങൾ മുറാജഅ ചെയ്യാനും പിന്നീട് അത് മനസ്സിലാക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യുക. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇത്രയേറെ ഹദീസുകൾ ഉദ്ധരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പല ഹദീസുകളും മറന്നുപോകാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറയുന്നു, പ്രവാചകരെ, പഠിച്ചതൊക്കെ മറന്നുപോവുകയാണ്, പ്രതിവിധി പറഞ്ഞു തന്നാൽ. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമുക്കറിയാം. കാരണം അവർ ദീനിന് വേണ്ടി ജീവിച്ചു, ദീനിന് വേണ്ടി സമയം ചെലവഴിച്ചു. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിത കാലഘട്ടത്തിൽ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്തോഷ വാർത്ത എന്താണ്? അവർ സ്വർഗാവകാശികളാണ്, അവർ സ്വർഗത്തിന്റെ ആളുകളാണ്. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര സംഭവങ്ങൾ. ഉഹദ് യുദ്ധം കഴിഞ്ഞു. മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉഹദിൽ വെച്ച് ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ ശരീരം, ജനാസ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന് ആ തുണി മാറ്റിക്കൊണ്ട് തന്റെ ഉപ്പയുടെ മുഖം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം അത് നീക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളുകൾ തടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. പ്രവാചകൻ തടഞ്ഞതുമില്ല. അവസാനം ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയുടെ സഹോദരി ഫാത്തിമ അവിടെ വെച്ച് കരയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തബ്കീന ഔ ലാ തബ്കീൻ, ഫാത്തിമ, നീ കരഞ്ഞാലും നീ കരഞ്ഞിട്ടില്ലെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കുക, മാ സാലത്തിൽ മലായികതു തുദില്ലുഹു ബിഅജ്നിഹതിഹാ ഹത്താ റഫഅതുമു, അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഷഹാദത്ത് വരിച്ച കാരണത്താൽ മലക്കുകൾ ചിറകുകൾ കൊണ്ട് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഹറാമിനെ മലക്കുകൾ ചിറകുകൾ വെച്ച് മൂടുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം ഷഹാദത്ത് കൈവരിച്ചപ്പോൾ മലായികത്തുകൾ ആ ജിനാസയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ നമുക്കൊരു മാതൃകയുണ്ട്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാർഗങ്ങളുണ്ട്. ദീനിന്റെ മജാലിസുകളിൽ സ്ഥിര സാന്നിധ്യമാകാൻ നമ്മൾ ശ്രമിക്കുക. ദീനിന് വേണ്ടി പ്രതിരോധം തീർക്കുക. കണ്ണും കാതും തുറന്നിരുന്ന് ഇസ്ലാമിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വഴിയോരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനെ കാണുന്നു. ജാബിറിന് പ്രയാസമുണ്ട്, ഉപ്പ മരണപ്പെട്ടതിൽ വേദനയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ ഏതാനും പെങ്ങന്മാരുണ്ട്. അവരുടെ ചെലവിന്റെ കാര്യത്തിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന് ചിന്തയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനെ കണ്ടപ്പോൾ ചോദിച്ചു, യാ ജാബിർ മാലി അറാക മുൻകസിറ, ജാബിറെ, എന്തു പറ്റി, എന്താണ് മുഖത്തൊരു വിഷമം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജാബിർ പറഞ്ഞു, പ്രവാചകരെ, എന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ധാരാളം കടങ്ങൾ ഉപ്പ ബാക്കി വെച്ചിട്ടുണ്ട്. ഈ പെൺമക്കൾക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിനോട് പറഞ്ഞു, ജാബിറെ, നിന്റെ ഉപ്പാക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ബഹുമതി എന്താണെന്ന് നിനക്കറിയോ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എന്താണ് എന്റെ ഉപ്പാക്ക് നൽകപ്പെട്ട സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിറെ, നിന്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മറയില്ലാതെ നിന്റെ പിതാവിനോട് സംസാരിച്ചു. നിന്റെ ഉപ്പയോട് അല്ലാഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രിയപ്പെട്ടവരെ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ മറുപടി, എനിക്ക് എങ്ങനെയെങ്കിലും ഭൂമിയിലേക്ക് പോയി എന്റെ കടം വീട്ടണമെന്നല്ല, എന്റെ മക്കളുടെ കാര്യം നോക്കണമെന്നല്ല. ആ ഉപ്പ
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞ മറുപടി, എനിക്ക് ഒരു തവണ കൂടി നിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ, നിന്റെ മാർഗത്തിൽ ഒരു തവണ കൂടി കൊല്ലപ്പെടാൻ എനിക്കൊരു അവസരം നൽകണമെന്ന് ആ ഉപ്പ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മറയില്ലാതെ അല്ലാഹു സംസാരിച്ചത് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന് നൽകിയിരിക്കുന്ന എത്ര വലിയ ബഹുമതിയാണ്. എന്താണ് കാരണം? ഇസ്ലാമിന് വേണ്ടി അവർ ജീവൻ നൽകി, ഇസ്ലാമിന് വേണ്ടി അവരുടെ ജീവിതം നൽകി. ഷഹീദായിട്ടുകൂടി പ്രിയപ്പെട്ടവരെ, അവർക്ക് ഇത്ര വലിയൊരു അവസ്ഥ അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഒന്ന് തിരിച്ചു വരണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് ഇസ്ലാമിന് വേണ്ടി എന്ത് സേവനങ്ങളാണ് ചെയ്യുന്നത്? എന്ത് സേവനങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇത്ര വലിയ സേവനങ്ങൾ നൽകിയത് കാരണത്താൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിസ്സാരമായിരുന്നില്ല. മഹാനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നിങ്ങൾക്കറിയാം. ഉഹദ് യുദ്ധത്തിൽ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഏറെ പ്രസിദ്ധമാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പല സഹാബികൾക്കും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നില്ല ഒരിക്കലും ബദറിന് വേണ്ടി പോയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, ബദറിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയൊരു യുദ്ധം വരാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു നൽകുമെന്ന് മഹാനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉഹദ് യുദ്ധം വന്നു. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ചെറിയ രൂപത്തിൽ പരാജയമുണ്ടായപ്പോൾ മഹാനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ചില ആളുകളൊക്കെ ഭയന്ന് പിന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറല്ല. അദ്ദേഹം മുന്നോട്ടേക്ക് കുതിച്ചു. യുദ്ധരണാങ്കളത്തിലേക്ക് മഹാനായ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു കയറി ചെന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്യും എന്ന തീരുമാനത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിലേക്ക് കയറി ചെല്ലുമ്പോൾ മുന്നിൽ സഅദ് ഇബ്നു മുആദിനെ കണ്ടു. സഅദിനോട് ചോദിച്ചു, ഇലാ ഐന യാ സഅദ്, സഅദ് നീ എവിടേക്കാണ് പോകുന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിദാ ഇന്നി അജിദു റീഹൽ ജന്നതി മിൻ ഖിബലി ഉഹദ്, ഉഹദിന്റെ പർവ്വതത്തിന്റെ അരികിൽ വെച്ച് സ്വർഗത്തിന്റെ പരിമളമാണ് സുഗന്ധമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് എന്റെ നോട്ടം. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, അൽ ജന്ന, എനിക്ക് സ്വർഗം വേണം. ആ സ്വർഗത്തിന്റെ പരിമളം ഉഹദിന്റെ ഭാഗത്ത് നിന്ന് എനിക്കതാ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിലേക്ക് കയറിച്ചു. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളുടെ അസ്ത്രങ്ങളും അവരുടെ വാളുകളും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ കീറിമുറിച്ചു. അവസാനം യുദ്ധം കഴിഞ്ഞപ്പോൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഏതാണെന്ന് മനസ്സിലാക്കാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ശരീരം ശത്രുക്കൾ വിരൂപമാക്കി, ശരീരം കീറിമുറിച്ചു. അവസാനം റുബയ്യ ബിൻത് നളർ റളിയല്ലാഹു അൻഹ, അനസിന്റെ സഹോദരി വരികയും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വിരലിന്റെ തുമ്പ് വെച്ചുകൊണ്ടാണ് അവരെ മനസ്സിലാക്കിയത് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികളിലാണ് സൂറത്തുൽ അഹ്സാബിലെ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. ഏതാണ് ആ വചനം? മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിലുണ്ട് റിജാലുൻ, ചില പുരുഷന്മാർ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി, അവർ അല്ലാഹുവിന് നൽകിയിരിക്കുന്ന കരാറുകൾ പാലിച്ചവരാണ്. അള്ളാഹുവിന് നൽകിയ കരാറുകൾ പാലിച്ചവർ. പ്രിയപ്പെട്ടവരെ, നാം അള്ളാഹുവിന് ഒരു കരാർ നൽകിയിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ നൽകും, അവനെ വലുതാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്നൊരു കരാർ നമ്മുടെ ജീവിതത്തിൽ നാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സഹാബികൾ എങ്ങനെയാണത് പാലിച്ചത്? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോട് നൽകിയിരിക്കുന്ന കരാറുകൾ പാലിച്ചവർ. ശേഷം അള്ളാഹു പറയുന്നു, മിൻഹും മൻ ഖളാ നഹ്ബ, ചില ആളുകൾ അതാ അവരുടെ കരാറുകൾ പാലിച്ചു, അവർ ഷഹാദത്ത് കൈവരിച്ചു. വമിൻഹും മൻ യൻതളിർ, ചില ആളുകൾ അതാ അവരുടെ അവരുടെ ഊഴത്തിനായി അവർ കാത്തിരിക്കുകയാണ്. അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ, അവരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതൃകകൾ. ഇതൊക്കെ അവരുടെ കൺമുമ്പിൽ കണ്ടു. അനസിന്റെ ശരീരത്തെ വിരൂപമാക്കപ്പെട്ട അവസ്ഥ അവരുടെ കൺമുമ്പിൽ അവർ കണ്ടു. പക്ഷെ മറ്റ് സഹാബികൾ പിന്മാറിയോ? പിന്നെയുള്ള യുദ്ധങ്ങളിൽ അവർ പോകാതിരുന്നു? ഇല്ല. ഹിജ്റ 5-ാം വർഷത്തിൽ ഖന്തഖ് യുദ്ധം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് കുഴിക്കാൻ സഹാബത്തിനോട് ആവശ്യപ്പെട്ടു. കിടങ്ങ് കുഴിക്കുകയാണ്. മദീനയുടെ തണുപ്പറിയുന്നവർക്കറിയാം, കഠിനമായ തണുപ്പിൽ അവിടെ കുഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകി. സഹാബികൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അവസ്ഥ കണ്ടു.
അവർക്ക് വലിയ പ്രയാസമാണ്, അവർക്ക് ഭക്ഷണങ്ങളില്ല, അവർ ശരീരം ക്ഷീണിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിക്കാൻ അവരോട് പറഞ്ഞു, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. സഹാബികളെ, ഈ പ്രയാസങ്ങളും ഈ പരീക്ഷണങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ, യഥാർത്ഥ ജീവിതം അത് പരലോകത്ത് വരാനുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ വേദനിക്കേണ്ടതില്ല. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അതുകൊണ്ട് അല്ലാഹുവേ, അൻസാരികൾക്കും മുഹാജിരികൾക്കും നീ മഗ്ഫിറത്ത് നൽകണം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചു വന്ന, സ്വന്തം കുടുംബത്തിൽ ഉപ്പയെയും മക്കളെയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് കൈവരിക്കേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഇത് കേട്ടപ്പോൾ ഇനി നമ്മൾ ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചവർ പറഞ്ഞു, നഹ്നു അല്ലദീന ബായഉ മുഹമ്മദൻ അലൽ ജിഹാദി മാ ബഖീന അബദ. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്തവരാണ്. നമ്മുടെ ജീവന്റെ അംശം ഒരു കണിക ബാക്കിയാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ അത് നാം തയ്യാറാണ് എന്ന് മഹാന്മാരായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ബഹുമതി എന്താണ്? ജീവിത കാലഘട്ടത്തിൽ മരിക്കുന്നതിന് മുമ്പ് അവരുടെ കൺമുമ്പിൽ ഒരു സഹാബി മരിക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് പാരായണം ചെയ്യപ്പെടുന്ന ആയത്തായി അവർ കേൾക്കുന്നത് റളിയല്ലാഹു അൻഹും വറളു അൻ. അവരെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ്, റബ്ബിന്റെ മുന്നിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ തൃപ്തി കൈവരിച്ച് മരിച്ചവർ, അല്ലാഹുവിന്റെ തൃപ്തി നേടി മരിച്ചവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് എത്രമാത്രം സൗഭാഗ്യമാണ്. സ്വർഗം കണ്ട് സന്തോഷ വാർത്ത ലഭിച്ച് വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകിയവർ. പ്രിയപ്പെട്ടവരെ, അവരാണ് നമ്മുടെ മാതൃകകൾ, അവരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ. അല്ലാഹു പറഞ്ഞതുപോലെ ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ നമുക്കും സന്മാർഗം ലഭിക്കും. അവർ വിശ്വസിച്ചതുപോലെ, അവർ ജീവിച്ചതുപോലെ അവരെ റോൾ മോഡലാക്കി, അവരെ മാതൃകയാക്കി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും സഹാബത്തിനെ കുറിച്ച് പഠിക്കാനും അവരെ കുറിച്ച് മനസ്സിലാക്കാനും ഈ ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സഹാബത്ത് എങ്ങനെയാണോ കണ്ടുമുട്ടുന്നത് അങ്ങനെയെങ്കിലും കണ്ടുമുട്ടാൻ, അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.